നമസ്കാരം. ഞാൻ രഘു മാത്തൂര്, പാലക്കാട് ജില്ല, കുഴൽമന്നം ബ്ലോക്ക്, മാത്തൂർ ഗ്രാമപഞ്ചായത്ത്. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡ്രോൺ വ്യൂ നന്മ കൃഷിക്കൂട്ടത്തിൻ്റെ ആഭിമുഖ്യത്തിൽ രക്തശാലി, നവര, ബ്ലാക്ക് റൈസ്, തവളക്കണ്ണൻ എന്നീ കൃഷിയിടമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ രക്തശാലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെയാണ്. പിന്നെ ആ നെല്ല് ചുവപ്പ് കളറാണ്. അത് രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാനും യൗവനം നിലനിർത്താനും ഒരുപാട് സഹായിക്കും. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ പോഷക ഗുണങ്ങൾ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ഒരുപാട് ഗുണം ചെയ്യും. പിന്നെ അതുപോലെ വാദം, നാഡീതളർച്ച, അർബുദം എന്നിവയ്ക്കും ഇതിൻ്റെ കഞ്ഞി കുടിക്കുമ്പോൾ പരിഹാരം കാണുന്നുണ്ട്. പിന്നെ അത് കാൽസ്യം, ഇരുമ്പ് തുടങ്ങിയ മൂലകങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് മുട്ടുവേദന, പേശി സംബന്ധമായ അസുഖങ്ങൾ, ക്ഷീണം എന്നിവയിൽ നിന്നും നമുക്ക് പരിഹാരം ചെയ്യാൻ എന്താ പറയുക, അസുഖം ഭേദമായി കിട്ടുന്നുണ്ട്. പിന്നെ സ്ത്രീകൾക്കുണ്ടാകുന്ന വളർച്ച, അതിനൊരു പരിഹാരം കാണുന്നുണ്ട്. പിന്നെ രക്തത്തിൽ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നുണ്ട്. ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ ഈ രക്തശാലി നെല്ലിലെ ഓരോ പോഷകങ്ങളും വിറ്റാമിനുകളുടെ കലവറയാണ്. പിന്നെ കീമോ, റേഡിയേഷൻ ചെയ്യുന്നവർക്ക് അതുപോലെ രക്തശാലി അരിയുടെ കഞ്ഞി കുടിക്കുമ്പോൾ പിന്നെ ആശ്വാസം കിട്ടുന്നുണ്ട്. അതൊക്കെ അനുഭവസ്ഥരാണ് പറയുന്നത്. പിന്നെ അതുപോലെ ഈ സ്ത്രീകൾ മാസമുറ സമയത്ത് കഞ്ഞി കുടിക്കാൻ പാടില്ല. കാരണം ആ 10 ദിവസം കഞ്ഞി കുടിക്കുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്ന് അനുഭവം. നമ്മളിത് കഞ്ഞി ഇതിൻ്റെ അരി കൊടുത്ത് ഓരോരോ സ്ത്രീകൾക്കും കൊടുത്ത് അതിൻ്റെ അനുഭവം അവർ എന്നോട് പറഞ്ഞതാണ്. പിന്നെ അതുപോലെ തന്നെ ഗർഭിണികൾ 6 മാസം വരെ കഞ്ഞി കുടിക്കുക, കുഴപ്പമില്ല. പക്ഷെ 6 മാസം മുതൽ ഒരു 10 മാസം വരെ കഞ്ഞി കുടിക്കാൻ പാടില്ല. എന്താണെന്ന് വെച്ചാൽ കുഞ്ഞ് പെട്ടെന്ന് വലുതാകുകയാണ്. ഇതും അനുഭവമുള്ളവരാണ് പറഞ്ഞത്. പിന്നെ അതുപോലെ പ്രസവശേഷം മുലപ്പാൽ വർധനയ്ക്ക് രക്തശാലി അരിയുടെ കഞ്ഞി വളരെ ഉത്തമമാണ്. പിന്നെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ സ്വന്തം അനുഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് സ്ട്രോക്ക് വന്നു. അങ്ങനെയാണ് ഞാൻ ഈ രക്തശാലിയിലേക്ക് വരുന്നത്. അത് വരാതിരിക്കാൻ മുൻകൂട്ടി നമ്മൾ രക്തശാലി അരിയുടെ കഞ്ഞി കുടിക്കുകയാണെങ്കിൽ ഉത്തമമാണ്. പിന്നെ ഇതിൽ വേറെ വിഷയം എന്താണെന്ന് വെച്ചാൽ പാലക്കാട്ടിലെ ഭൂപ്രകൃതിയും പാലക്കാട്ടിലെ കാലാവസ്ഥയും പാലക്കാട്ടിലെ മണ്ണും കേരളത്തിൽ എവിടെയില്ല. മറ്റുള്ളവിടുത്തെ രക്തശാലി നെല്ലും അല്ലെങ്കിൽ അരി ഉണ്ടെങ്കിലും പാലക്കാട്ടിലെ നെല്ല് അല്ലെങ്കിൽ അരി ഉപമിക്കാൻ പറ്റില്ല. കാരണം അത്രയും വൈറ്റമിൻ അല്ലെങ്കിൽ ജൈവാംശം കൂടുതലാണ് പാലക്കാട് പാലക്കാട് ഉണ്ടാക്കുന്ന നെല്ലിന്. അത് വേറെ ഏത് ജില്ലയിലും രക്തശാലി ആണെങ്കിലും നവരയാണെങ്കിലും ബ്ലാക്ക് റൈസ് ആണെങ്കിലും ജീരകശാല, തവളക്കണ്ണൽ കിട്ടില്ല. അതുകൊണ്ടാണ് ഈ മില്ലുകാരെപ്പോഴും പിന്നെ പാലക്കാട്ടിലെ നെല്ല് സ്വർണവും മറ്റുള്ള ജില്ലയിലൊക്കെ ചെമ്പെന്ന് പറയണത്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഒരു 100 കിലോന് 68 കിലോ അരി, നമ്മുടെ 65 കിലോ അരി നമ്മുടെ പാലക്കാട്ടിൽ കിട്ടുകയാണെങ്കിൽ ഏത് നെല്ലാണെങ്കിലും, പക്ഷെ മറ്റുള്ളവിടെ 60 കിലോനെ കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് വ്യത്യാസങ്ങൾ പാലക്കാട്ടിലെ ഭൂപ്രകൃതിയും പിന്നെ മണ്ണിന്റെ ഘടനയും അച്ചച്ചിട്ടുള്ള വെള്ളം ഒഴുകി പോകാനുള്ള സൗകര്യമൊന്നും വേറെ ഏത് ജില്ലയിലും ഇല്ല. അതുപോലെ തന്നെ ഏറ്റവും ശുദ്ധമായ വെള്ളമാണ് മലമ്പുഴ ഡാമിലെ വെള്ളം. നമ്പർ 1 വെള്ളമാണ് പാലക്കാട് ജില്ല മണ്ണാർക്കാട് ശിരുവാണി ഡാമിലെ വെള്ളം. അത് തമിഴ്നാട്ടിലേക്കാണ് കംപ്ലീറ്റ് പോകുന്നത്. സെക്കൻഡ് മലമ്പുഴ ഡാമിലെ വെള്ളമാണ്. ഈ വെള്ളത്തിലാണ് നമ്മൾ രക്തശാലി, നവര, ബ്ലാക്ക് റൈസ്, ജീരകശാല, തവളക്കണ്ണൻ ഇതൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ അത് 1ാം വളം പറ്റില്ല, 2ാം വളം മാത്രമേ പറ്റുള്ളൂ.
അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഔഷധ ഗുണങ്ങളും പിന്നെ ഒരുപാട് കാര്യങ്ങളും പാലക്കാട് ഉൽപ്പാദിപ്പിച്ച നെല്ലിന് മാത്രമേ ഉള്ളൂ എന്നുള്ളത് പിന്നെ എന്താ പറയാ, ഈ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി മണ്ണൂത്തിയിൽ നമ്മൾ ന്യൂട്രീഷൻ ടെസ്റ്റിന് കൊടുത്തപ്പോൾ ഒരുപാട് വ്യത്യാസങ്ങൾ കാണാൻ പറ്റി. പാലക്കാട്ടിലെ നെല്ലും അല്ലെങ്കിൽ അരിയും മറ്റുള്ള ജില്ലയിൽ ഉണ്ടാക്കുന്ന അരിയും നെല്ലും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പോ നമ്മൾ 100% ജൈവ രീതിയിൽ ആണ് നമ്മളത് ഉൽപ്പാദിപ്പിക്കുന്നത്. രക്തശാലി അരി ആവശ്യമുള്ളവർ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. കൊറിയർ സർവീസ് ഉണ്ട്, അല്ലെങ്കിൽ പോസ്റ്റൽ സർവീസ് ഉണ്ട്. 2 കിലോ, 5 കിലോ, 10 കിലോന്റെ താഴെയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം കൂടുതൽ സ്റ്റോക്ക് ചെയ്യാൻ പാടില്ല. കാരണം ഒരു ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്നത് കൊണ്ട് ഒരു 30-35 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അരിയിൽ ജീവാണുക്കൾ വരും. അപ്പം അതുകൊണ്ട് 10 കിലോന്റെ താഴെ 5 കിലോന്റെ 10 കിലോ മാത്രമാണ് 30 കിലോ ചോദിച്ചാലും നമ്മൾ കൊടുക്കുകയുള്ളൂ. കാരണം പെട്ടെന്ന് ജീവാണുക്കൾ വരും. കാരണം ഒരു തരത്തിലും വിഷമില്ലാത്ത അരി ആയതുകൊണ്ടും 100% തവിടോട് കൂടിയിട്ടുള്ള അരി ആയതുകൊണ്ടും പെട്ടെന്ന് ജീവാണുക്കൾ വരും.